ശമ്പളം ലഭിക്കാത്തതിന് ഡ്യൂട്ടിക്കിടെ ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർ അഖില എസ് നായരെ ട്രാൻസ്ഫർ ചെയ്ത നടപടി KSRTC റദ്ദാക്കി. ട്രാൻസ്ഫർ നടപടി തെറ്റായിരുന്നുവെന്ന CMDയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വൈക്കത്ത് നിന്ന് പാലായിലേക്കായിരുന്നു ട്രാൻസ്ഫർ. അഖിലയെ വൈക്കത്ത് തന്നെ തിരികെ പോസ്റ്റ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു. അതേസമയം 2022 ഡിസംബറിലെ ശമ്പളം 7 ദിവസം മാത്രമായിരുന്നു വൈകിയതെന്നും എന്നാൽ 41 ദിവസം വൈകിയെന്ന് അഖില തെറ്റിദ്ധരിപ്പിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടർ അഖില എസ് നായരുടെ വൈക്കത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ CMDയോട് ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ട്രാൻസ്ഫറിന്റെ സമയത്തുള്ള അദ്ദേഹം പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അഖില എസ് നായരെ വൈക്കത്ത് നിന്ന് പാലായിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തെ ശമ്പളം ജനുവരി 12-നാണ് കൊടുത്തത്. ജനുവരി മാസത്തെ ശമ്പളം ഫെബ്രുവരിയിലാണ് കൊടുക്കേണ്ടിരുന്നത്, ഫെബ്രുവരി 5-ന്. അത് കൊടുക്കുന്നതിന് 11-ാം തീയതി ആയപ്പോൾ 6 ദിവസം വൈകിയപ്പോൾ 41 ദിവസം ശമ്പളം മുടങ്ങിയെന്ന് തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിച്ചത്. ആ ഒരു പ്രവൃത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായമുണ്ട്.